ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3 അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്ക് കുറച്ചൊന്ന് എക്സ്ട്രാ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര വേണ്ടി വരില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ മാവ് ഈ ഒരു പാകത്തിന് തന്നെ ആയിരിക്കണം. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. ഇനി എങ്ങാനും നമ്മുടെ മാവ് കുറച്ചൊന്ന് ലൂസായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ടൈറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സ്നാക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണ ഞാൻ നേരത്തെ തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കുക. അതിനുശേഷം ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കുക. ഓരോ സ്പൂണും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അധികം പരന്ന് തമ്മിലൊട്ടാതെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്നൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കരുത്. നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് പൊങ്ങി വരട്ടെ. അതിന് ശേഷം ഇതേപോലെ പതുക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു പുറം ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് വെച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു ഉൾഭാഗം വേഗവുമില്ല, പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറം ഭാഗം നല്ല മൊരിഞ്ഞും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല നല്ല സ്നാക്സിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.